ഹലോ ഡിയേഴ്സ്, ഐറിൻ ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഈ തമ്പനയിൽ കാണുന്നത് പോലെ ഒരു കോട്ട് കോളർ കുർത്തിനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കോട്ട് എന്ന് പറയണമെങ്കിൽ അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ മെറ്റീരിയൽ രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഫോൾഡ് മടക്കുള്ള ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ബാക്കിലെ പോർഷനാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ പോർഷൻ കട്ട് ചെയ്യുമ്പോഴത്തേനും സൈഡ് ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ വിഡ്ത്താണ് അവിടെ എഴുതി കാണിക്കുന്നത്. 8.25 ഇഞ്ചാണ് ഷോൾഡർ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത്. 8.25 ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇച്ചിരിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു 3/4 ഇഞ്ച് ഇപ്പോൾ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എടുത്ത് നിർത്തിയേക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് താഴേക്ക് എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഷോൾഡർ ഒന്ന് ആ സൈഡിലേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം താഴേക്ക് ഒരു 8 ഇഞ്ച് കണക്കാക്കി ഒരു ലൈൻ എടുത്ത് അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മാർക്കിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഷോൾഡറിൻ്റെ ഡൗൺ എത്രത്തോളം വരണം എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു എൽ ഷേപ്പിലിപ്പോൾ മാർക്കിങ് കിട്ടിയിട്ടുണ്ട്. ആ മാർക്കിങ്ങിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് കൈക്കുഴിയുടെ ഷേപ്പ് വരച്ചെടുക്കാനായിട്ട്. ഇനി ഷോൾഡർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മൾ 8.25 വിഡ്ത്തെടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമ്മളൊരു 3/4 ഇഞ്ച് ഡൗൺ ചെയ്ത് വരച്ചിട്ടുണ്ട്. അവിടെ ആ ഒരു ലൈനിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കുകയാണ്. അത്രയും കഴിഞ്ഞപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് അവിടെ സീം അലവൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൈക്കുഴിയുടെ പോർഷനിൽ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1/4 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് ലൈൻ ചെയ്തിരിക്കുന്നത്. ശേഷം നമ്മൾ 1.5 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് മാർക്കിങ് കൊടുത്ത് അവിടെ കേവ് സ്കെയിൽ വെച്ചൊന്ന് കേവ് ചെയ്ത് എടുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ആ ഒരു പോർഷനിൽ വർക്ക് വരുന്നത്. പിന്നെ ചെസ്റ്റ് വിഡ്ത്തായിട്ട് ഞാനവിടെ കൊടുക്കുന്നത് ഒരു 11.25, പിന്നെ 1 ഇഞ്ച് സീം അലവൻസ് തയ്യൽ തുമ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് വിഡ്ത്ത് എത്ര എടുത്തിട്ടുണ്ടെന്നാണ് അവിടെ കാണിക്കുന്നത്. 11.25 എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ വേസ്റ്റിലേക്കുള്ള ലെങ്ത്തും ചെസ്റ്റിലേക്കുള്ള ലെങ്ത്തും നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ശേഷം വേസ്റ്റ് വിഡ്ത്ത് ഒരു 10.25 എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഷേപ്പിന് ആവശ്യമായ മെഷർമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. താഴേക്കുള്ള ഭാഗം മേലൈനായിട്ടാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം കർവ് സ്കെയിൽ വെച്ചിട്ട് ആ നമ്മളെടുത്ത പോയിൻറ്റ്സ് ഉണ്ടല്ലോ അതൊന്ന് ജോയിൻ ചെയ്ത് അവിടെ കർവ് എടുത്ത് കൊടുക്കുകയാണേ. ശേഷം താഴേക്ക് ഹിപ്പിൻ്റെ അവിടേക്ക് വരുന്ന ആ പോർഷൻ മുതൽ താഴേക്ക് നമ്മൾ എ ലൈനായിട്ടാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കെയിൽ വെച്ചിട്ടാണ് താഴേക്കുള്ള പോർഷൻ അത്രയും തുണി എത്ര വിട്ടുണ്ടോ അത് കണക്കാക്കി വരച്ചെടുക്കുന്നത് കേട്ടോ. താഴെ നമ്മൾ കർവ് സ്കെയിൽ തന്നെ വെച്ച് ഒന്ന് കർവ് ചെയ്താണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. തയ്യൽ തുമ്പ് താഴെ എത്ര വേണമെന്നുള്ള കണക്കാക്കി ഇട്ടതിന് ശേഷം വേണം നമ്മളവിടെ വരച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട്. ശേഷം നമ്മൾ സൈഡിൽ പറഞ്ഞ 1 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് അങ്ങേയറ്റം വരെ ഇട്ടേക്കാം. പിന്നെ ഇവിടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരൊറ്റ പീസ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ബാക്കിലേക്കുള്ള പീസ് മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതൊരു ഡൗട്ട് വേണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യണ സമയത്ത് തുണിയുടെ സൈഡ് ഒന്ന് മാറ്റിയിടണം. ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗമാണ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ആ ബട്ടൺ വരുന്ന പോർഷനിലേക്ക് അധികം സ്റ്റിച്ചുകളില്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൽവെജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തുണിയുടെ ഇതുപോലെ അരികുവശം വരുന്ന ആ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഓപ്പണിങ്ങിന് വേണ്ടുന്ന ഭാഗം കൊടുക്കുന്നത്. ഇവിടെ 1.5 ഇഞ്ച് സീം ഇട്ടിട്ടാണ് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആ ലൈൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. ആ ലൈനിൻ്റെ മേലെ കൂടെ വേണം ബാക്ക് ഭാഗം കട്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എടുത്ത് നമ്മൾ വെക്കാനായിട്ട്. ഓക്കെ, ഈ തുമ്പത്തേക്ക് നീക്കി ഇടാൻ പാടില്ല എന്ന് ആ ലൈൻ നമ്മൾ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലൈനിൻ്റെ മേലെ കൂടെ വേണം
നമ്മൾ ആദ്യം വെട്ടിവെച്ച ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കാൻ. ബാക്കിയെല്ലാം ആ സെയിം അളവിൽ തന്നെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അളവ് എടുക്കേണ്ടയോ വരയ്ക്കേണ്ടയോ ഒന്നും ബുദ്ധിമുട്ട് വരുന്നില്ല. സെയിം എല്ലാ ഭാഗവും ഇതേ രീതിയിൽ ഇതേ അളവിൽ തന്നെ ഇത്രയും തയ്യൽ തുമ്പനിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. പിന്നെ നമുക്ക് മാറ്റം വരുന്നത് ഒരൊറ്റ ഭാഗത്താണ്, കൈക്കുഴിയിലാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഫ്രണ്ടും ബാക്കും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി എഴുതി തന്നെ ഇട്ടോളൂ കേട്ടോ, അങ്ങനെ ഡൗട്ടൊന്നും വേണ്ടേ. ഇനി കൈക്കുഴിയുടെ പോർഷനിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നതെന്നാണ് കാണിക്കുന്നത്. നമുക്കിവിടെ ഒരു 4.5 ഇഞ്ചാണ് ഗ്യാപ്പ് വിട്ട് അവിടെ എടുത്തിരിക്കുന്നത്, ഏത് ബാക്ക് പോർഷന്. അതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ അളവെടുക്കുമ്പോൾ നമ്മൾ കൈക്കുഴിയുടെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ചെസ്റ്റ് വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഈ കാണുന്നവിടുത്തെ ഒരു 5.5 ഇഞ്ച്, അതായത് മറ്റൊടുത്ത് ബാക്ക് പോർഷനിൽ 4.5 ഇഞ്ചാണ് എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ 5.5 ഇഞ്ച് വിട്താണ് നമ്മളെടുത്ത് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ മാർക്കിങ്ങിലേക്ക് സ്കെയിൽ ഈ കാണുന്ന രീതിയിലൊന്ന് വെച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ കാണുന്ന എൽ ഷേപ്പ് ഇങ്ങനെ വരച്ച് എടുക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കർവ് സ്കെയിൽ വെച്ചിട്ട് അവിടെ കർവ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കുർത്തിക്കൊക്കെ കട്ട് ചെയ്യുന്ന അളവിനേക്കാൾ കുറച്ചും കൂടി മാറ്റം വരുന്നുണ്ട് ഈ ഒരു മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോൾ. അത് എല്ലാവരും ഒന്ന് കോഡ് കോളറൊക്കെ ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ ഹൈനെക്ക് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം വരുന്നുണ്ട്. ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് കഴുത്ത് മേലേക്ക് കയറിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം കട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഫ്രണ്ട് ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഫ്രണ്ട് ഓപ്പണിങ്ങിൻ്റെ ആ പോർഷനിലേക്ക് വെച്ച് കൊടുക്കാനുള്ള പീസാണ് ഞാൻ ഈ എടുത്ത് കാണിക്കുന്നത്. മേലേക്ക് നമുക്ക് വിഡ്ത്ത് കൂടുതലും താഴേക്ക് വിഡ്ത്ത് കുറവും മതി ഈ പീസിന്. ഓക്കെ, അപ്പോൾ ആ പീസ് ഞാനിപ്പോൾ ഈ കാണുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കഴുത്തുണ്ടല്ലോ, കഴുത്തിൻ്റെ വിഡ്ത്തിനേക്കാൾ നമുക്കൊരു 2 ഇഞ്ചും കൂടി കൂടിക്കെടുക്കണം മേലത്തെ പോർഷനിലേക്ക്. താഴേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞ് വന്നാൽ മതിയെ മെറ്റീരിയലിന്, അധികം വീതിയുടെ ആവശ്യമില്ല. നോർമലി നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ അത്രയ്ക്ക് തന്നെ വീതി കിട്ടുള്ളൂ, അത് കൂടുതൽ വീതി കിട്ടാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ആ വീതി കിട്ടുന്ന വീതി അവിടെ എടുത്താൽ മതി കേട്ടോ. ഇനി കഴുത്ത് എത്രയാണ് കട്ട് ചെയ്തതെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ 3.25 ഇഞ്ചാണ് അവിടെ കഴുത്തിന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 3.25 ഇഞ്ച് വിഡ്ത്താണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഒരു 5 ഇഞ്ച് കണക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വരുന്നത് എന്ന് കണക്കാക്കിയിട്ട് അതനുസരിച്ച് മെഷർമെൻറ്റ് എടുത്താൽ മതി. ഞാൻ എല്ലാ സൈസുകാർക്കും കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡിൽ കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ കഴുത്തിൻ്റെ അളവ് എങ്ങനെയാണോ വരുന്നത് അത് കണക്കാക്കി നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പൊട്ടപ്പുറം എല്ലാ മെറ്റീരിയലിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഈ പീസിനെ ഒന്ന് സെറ്റാക്കി എടുത്ത് പിൻ ചെയ്ത് എടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിന്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പൊട്ടപ്പുറം രണ്ടും പുറത്തേക്ക് കാണുന്ന രീതിയിൽ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമുള്ളത്. ശേഷം ഈ കാണുന്ന രീതിയിൽ കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന ആ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് 2ആയിട്ട് മടക്കണമെങ്കിൽ 2ആയിട്ട് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ കഴുത്ത് ഈ കാണുന്ന രീതിയിൽ ഒരു 2 ഇഞ്ചൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ളൂ, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അത്രയാണ് ചെയ്തെടുക്കേണ്ടതുള്ളത്. ഇനി ബാക്കിലെ കഴുത്ത് നമ്മളൊരു 1 ഇഞ്ച് ഇറക്കിയിട്ടുണ്ട്. 3/4 ഇഞ്ച് ഇറക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. അതെല്ലാം നമ്മുടെ ആവശ്യാനുസരണമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ബാക്കും ഫ്രണ്ടും സെറ്റാക്കി വെച്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴും ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ അതിനങ്ങ് ഒഴിവാക്കിയേക്കണം കേട്ടോ. അതിനെ ഇതിൻ്റെ കൂട്ടത്തിൽ സ്റ്റിച്ച് ചെയ്യേണ്ട. അപ്പോൾ നോർമലി നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നോ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ആ ഒരു പീസിനോട് മാറ്റിയിട്ടേക്ക് നമ്മൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടാണ് അവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. 1/4 ഇഞ്ചിലൊരു സ്റ്റിച്ചും രണ്ടാമത്തെ സ്റ്റിച്ച് 1/2 ഇഞ്ചിൽ വരുന്ന രീതിയിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 ഷോൾഡറും ഈ കാണുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഷോൾഡർ ജോയിനിങ്ങിൻ്റെ പണി അവിടെ തീരാണ്. പിന്നെ കഴുത്തിൻ്റെ പോർഷനിൽ കുറച്ച് വർക്കൊക്കെ വരുന്നുണ്ട്. അവിടെയാണല്ലോ നോർമലി നമുക്ക് 1-2 സ്റ്റിച്ചൊക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇവിടെ കോളർ നമുക്ക് വെച്ച് കൊടുക്കണം. കോളറും ഏറ്റവും സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യമായ വിഡ്ത്തിലേക്ക് ഒന്ന്
ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 9 ഇഞ്ച് വിഡ്ത്താണ് ഞാനവിടെ എടുത്തിരിക്കുന്നത്. നമ്മളവിടെ 4 മടക്കായിട്ട്, അതായത് 4ആയിട്ട് ജസ്റ്റ് ഒരു ഫോൾഡ് ചെയ്ത് ഇട്ടതിന് ശേഷമാണ് ഈ പീസിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 9 ഇഞ്ച് വിഡ്ത്തും 4 ഇഞ്ച് ലെങ്ത്തുമാണ് ഈ പീസിന് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം അവിടെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് 1/2 ഇഞ്ചാണ് ഞാൻ ഈ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മേലെ ഇപ്പം ഞാൻ സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന ഭാഗം ഫോൾഡിങ് ആണ്. അവിടെ നമുക്ക് ഒരു ഇച്ചിരി ദൂരം മാത്രം, ഏകദേശം ആ കോളറിൻ്റെ പകുതി വിഡ്ത്ത്, ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു പോർഷൻ്റെ പകുതി മാത്രം വിഡ്ത്തിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ലൈൻ ഒന്ന് വരച്ച് എടുക്കുന്നത്. പിന്നെ ഈ സൈഡിൽ താഴെ കൊടുത്തിരിക്കുന്ന 1/2 ഇഞ്ച് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നമുക്ക് കോളറിന് ചെറിയൊരു ഷേപ്പ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. സ്ക്വയർ കട്ടിങ് ആയിട്ട് നമുക്ക് അവിടെ കോളർ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ 1/2 ഇഞ്ച് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഷേപ്പിലൊരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അളവിൽ മാറ്റി, ഇപ്പോൾ 1/2 ഇഞ്ച് കൊടുത്തതിന് പകരം 1 ഇഞ്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയും കർവ് കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കോളറിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്നുള്ളത് കണക്കാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെയും 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂലയെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഈ കാണുന്ന രീതിയിൽ സ്റ്റിച്ചുമ്മ കൊള്ളാത്ത രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ശേഷം നമ്മളിതിനെ മറച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. ഈ കാണുന്ന രീതിയിലാക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് ആ തുമ്പിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയലിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ടോപ്പിൻ്റെ മെറ്റീരിയലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിലെ നെക്കിൻ്റെ പോർഷനിൽ നമ്മളൊരു വി നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻറ്ററിലായിട്ട്. ആ വി നോച്ചിൻ്റെ കൂടെ ഈ കോളറിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന വി നോച്ച് സെറ്റാക്കി കൊടുത്ത് അവിടെ ഒന്ന് പിൻ ചെയ്തിരിക്കുകയാണ്. അവിടെ പിൻ ചെയ്ത് നമ്മളൊന്ന് അവിടെ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കേട്ടോ. ഈ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലിട്ടിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അതുമ്മ കൊള്ളാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ആ ഒരു പീസിനെ അവിടെ മാറ്റി തന്നെ വെച്ചേക്കണം. അത് എപ്പോഴാണ് സ്റ്റിച്ച് ചെയ്ത് തീർക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ബയാസ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബയാസ് പീസ് 1 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആവശ്യമായ നീളത്തിൽ, അതായത് നമ്മൾ കോളർ എത്രയാണോ കട്ട് ചെയ്ത് ആ കോളറിനേക്കാളും കുറച്ചും കൂടി കവിഞ്ഞ് കിടക്കുന്ന രീതിയിൽ വേണം അതിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട് ഈ ബയാസ് പീസിൻ്റെ. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഈ കോളർ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലെ കൂടി നമ്മളൊന്ന് വെറുതെ അടിച്ചെടുക്കാൻ കേട്ടോ. ഈ അടിച്ചെടുത്തതിന് ശേഷം ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് കോളർ കൃത്യമായിട്ടൊന്ന് മറിച്ചെടുക്കാൻ പാകത്തിനാണ് ആ കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബയാസ് പീസ് ഉണ്ടല്ലോ, ആ ബയാസ് പീസിനെ കറക്റ്റ് ആ തയ്യൽ തുമ്പിൻ്റെ 4 ഇഞ്ച് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള പോർഷൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ഈ കാണുന്ന രീതിയിലൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തുമ്പ് വരുന്ന ബാലൻസ് വരുന്ന തുമ്പുണ്ടല്ലോ, അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് അവിടെ ക്ലീനാക്കി എടുക്കണം കേട്ടോ. ട്രിം ചെയ്ത് കളയണേ എക്സ്ട്രാ വരുന്ന ആ ഒരു പീസിനെ. ട്രിം ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാൻ. ഇനി നമ്മൾ അവിടെ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പീസ്, ആ പീസിന് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഫ്രണ്ട് നെക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കുറച്ച് സ്പീഡായിപ്പോയി. എനിക്ക് കുറച്ച് സ്പീഡിൽ വർക്ക് തീർക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കോള് വന്നപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡിൽ ഓടിച്ചിട്ട് പണിതാണ്. അപ്പോൾ ഇനി കൈയുടെ ഒരു ഭാഗം കൂടി നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. കൈക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒരു പീസ് വെച്ച് ബയാസ് പീസ് വെച്ച് അടിച്ച് ഉള്ളിലേക്ക് മറക്കേണ്ടതായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വന്ന കാരണം പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നേരം കിട്ടിയില്ല. അപ്പോൾ കഴുത്ത് ചെയ്തത് നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അത് കണക്കാക്കി കൈക്കുഴിയുടെ ആ ഒരു പോർഷനിലും ഒരു പീസ് വെച്ച് അടിച്ച് മറിച്ചിട്ടുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തോ, 1 ഇഞ്ച് ഗ്യാപ്പിലാണല്ലോ സൈഡിൽ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ ഒരു ഗ്യാപ്പ് കണക്കാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ച് അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ സ്റ്റിച്ച് 1-2 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. താഴെ നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കിയടിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബട്ടൺ വയ്ക്കലും ബട്ടൺ ഹോൾ വെക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേക്കണേ. ഇത്രയും കണ്ടോടത്തോളം കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.